ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് ഏറ്റവും പോപ്പുലർ ആണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഫണ്ട് മാനേജേഴ്സിന് ഫ്ലെക്സി ക്യാപ് ഫണ്ട് കൊടുക്കുന്ന ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. ലാർജ് ക്യാപ്പ് എന്നോ സ്മാൾ ക്യാപ്പ് എന്നോ മിഡ് ക്യാപ്പ് എന്നോ വ്യത്യാസമില്ലാതെ ഫണ്ട് മാനേജറിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വാല്യുവേഷനും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മൊമെന്റവും കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകൾ ഏത് സെഗ്മെന്റിലാണെന്ന് തെരഞ്ഞെടുത്ത് ഫണ്ട് മാനേജർക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഫ്ലെക്സി ക്യാപ്പിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിട്ടേണും എന്നാൽ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നതും എക്സിറ്റ് ലോഡ് കുറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. മിക്ക വീഡിയോകളും നിങ്ങൾ കേട്ടിട്ടുള്ളത് പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പ് ആണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് അല്ല. ഈ ഫണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സിറ്റ് ലോഡ് വരുന്നത് 1% ആണ്. ദാറ്റ് ഈസ് ഫോർ 30 days. ഫസ്റ്റ് 30 days എക്സിറ്റ് ലോഡ് വരുന്നുള്ളൂ. എന്നാൽ പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പിന് വരുന്നത് 2% എക്സിറ്റ് ലോഡാണ്. അത് 2 yearsനാണ്. രണ്ടാമത് വരുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.56 ആണ്. എന്നാൽ പരാഗ് പരിക്കിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.63 ആണ്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് 12 വർഷമായി. സോ ഡെഫിനറ്റ്ലി ഇതൊരു ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ടാണ് എന്നർത്ഥം. ഇനി ഈ ഫണ്ടിന്റെ 2 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 29.93% ആണ്. എന്നാൽ പരാഗ് പരി ഫണ്ടിന്റെ 2 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 27.08 ആണ്. 2% ഈ ഫണ്ടിൽ കൂടുതലാണ്. ഇനി 3 yearsന്റെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 23.33% ആണ്. എന്നാൽ പരാഗ് പരീഖിന്റെ 3 yearsന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 18.99 ആണ്. ബട്ട് 1 year റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ കുറവാണ്. ഡെഫിനറ്റ്ലി ബിക്കോസ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ പരാഗ് പരീഖിന്റെ 1 year റിട്ടേൺ കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ പരാഗ് പരീഖിന് US സ്റ്റോക്സുകൾ അല്ലെങ്കിൽ USലുള്ള മെയിൻ സ്റ്റോക്കുകളായിട്ടുള്ള ആമസോൺ പോലത്തെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇപ്പൊ ഈ ട്രംപ് ഭരണത്തിന്റെ പുറത്ത് ഈ US മാർക്കറ്റ് കയറി നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്തത്. എന്നാൽ US മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്തോ അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് ബൂം ആവുന്ന സമയത്തോ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരാൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് JM ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അതോ ഇപ്പോഴത്തെ കൂടുതൽ റിട്ടേൺ നോക്കിയിട്ട് പുറകെ പോവാതെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്സ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ US മാർക്കറ്റ് ഡൗൺ വരികയും ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു സമയം വരുമ്പോൾ ദിസ് ഫണ്ട് വിൽ ജനറേറ്റ് മോർ റിട്ടേൺ ഫോർ യു.